ഇടുക്കിയിൽ കനത്ത മഴയാണ്. കരിപ്പിലങ്ങാട് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് അകപ്പെട്ടയാളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. മണപ്പാടി ചപ്പാത്ത് കരകവിഞ്ഞൊഴുകുകയാണ്. തൊടുപുഴ മൂലമറ്റത്ത് തോടുകൾ നിറഞ്ഞൊഴുകുന്നു. താഴ്വാരം ഭാഗത്ത് വീടുകൾ ഉള്ള ആളുകൾ അതിന് സമീപത്തേക്ക് വെള്ളം കുത്തിയൊലിച്ചെത്തിയിട്ടുണ്ട്. ജെയിൻ എസ് രാജു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അതിശക്തമായ മഴയാണ്. പല മേഖലകളിലും ചെറിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ തൊടുപുഴ അതോടൊപ്പം തന്നെ മൂലമറ്റം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ചെറിയ തോടുകളെല്ലാം കരകവിഞ്ഞൊഴുകിയിരിക്കുന്നു. വീടുകൾക്ക് സമീപത്തേക്ക് വലിയ രീതിയിൽ മലവെള്ളം പാഞ്ഞെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മൂലമറ്റത്തെ താഴ്വാരം കോളനിയിലാണ്. ഇവിടെ പല വീടുകളുടെ സമീപത്തേക്കും വലിയ രീതിയിൽ വെള്ളം കുത്തി ഒലിച്ച് എത്തുന്നുണ്ട്. ചേച്ചി, എത്ര സമയമായി ഇവിടെ മഴ തുടങ്ങി? 2:15 മഴ തുടങ്ങിയതാണ്. അതിനുശേഷം ഒരു 3:30 ശക്തി പ്രാപിച്ചു. 4-4:30 ആയപ്പോഴത്തേനും മേഘവിസ്ഫോടനം പോലെ തന്നെ നമ്മുടെ 2018 അതേ ഒരു രീതിയിലായിരുന്നു മഴ പെയ്തുകൊണ്ടിരുന്നത്. ഒന്ന് അവർ ഇറിഗേഷൻകാർ കെട്ടി എങ്കിൽ പോലും അവർ കുറേ തടിയല്ല പുഴയിലിട്ടിട്ട് പോയി. പുഴയുടെ ആഴം കുറച്ചു. കാരണം അവർക്ക് ഫണ്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് കോൺട്രാക്ടർമാരത് മണ്ണ് എടുത്തിട്ട് അത് നിരത്തി ഇട്ടിട്ട് പോയി. അതാണ് ആ കെട്ടിയ വീടുകളിൽ പോലും ഇപ്പം അവരുടെ മുറ്റത്തൂടെ വരെ വെള്ളം കയറിയിട്ടുണ്ട്. വീടുകളിലൊന്നും വെള്ളം കയറിയിട്ടില്ല. വീടുകളിൽ ഇവരുടെ ഈ കളരിക്കിലെ 2 വീട്ടിൽ, ഗിരിജാസ്വാമിയുടെ ഇവിടെ വീട്ടിലും 3 വീടുകളിൽ മേളിൽ ഉരുള് പൊട്ടിയതായിട്ട് ഒരു ലക്ഷണം തോന്നുന്നുണ്ട്. കാരണം അത്രമേൽ ശക്തമായിട്ടുള്ള വെള്ളമൊഴുക്കാണ് വരുന്നത്. തടിയും എല്ലാം കൂടെ വരുന്നുണ്ട്. ചെറിയൊരു കൈത്തോട് പോലെയാണ് മുകളിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് കരകവിഞ്ഞൊഴുകുകയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ ഏതാണ്ട് 2 മണിയോടുകൂടി തന്നെ ഇടുക്കിയിൽ ചെറിയ രീതിയിൽ മഴ ആരംഭിച്ചിരുന്നു. പക്ഷേ 3-3:30 മഴ ശക്തി പ്രാപിക്കുന്നത്. കഴിഞ്ഞ ഏതാണ്ട് 10 മിനിറ്റ് മുമ്പ് വരെ അതിശക്തമായ മഴയായിരുന്നു. ഇപ്പോൾ അല്പം മാറി നിൽക്കുകയാണ്. ഇടുക്കി ജില്ലയിൽ രാത്രി ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലയോര മേഖലയിലെ പല റോഡുകളും മണ്ണിടിഞ്ഞു വീണ് ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട്. അടിയന്തര ജാഗ്രത വേണ്ട ഒരു സമയമാണ്. ഇക്കാര്യത്തിൽ ജില്ലാ ഭരണകൂടവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മൂലമറ്റം താഴ്വാരം കോളനിയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി. ഇടുക്കി മലയോര മേഖലയിൽ ആകെയും കനത്ത മഴയാണ്. ജില്ലയിൽ രാത്രി യാത്രാ നിരോധനമുണ്ട്. പല സ്ഥലങ്ങളിലും ഇപ്പോഴും മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമുക്ക് അവിടെ നിന്ന് ചില പ്രതികരണങ്ങളിലേക്ക് കൂടി താഴ്വാരം കൊള്ളിയിൽ ഇത് ഉണ്ടായതൊന്നും ഇത് ചേറാടിലുണ്ടായെന്ന് പറഞ്ഞു. എനിക്ക് അവിടെ ചെല്ലാൻ പറ്റിയിട്ടില്ല, ഞാനിവിടെ ഇല്ലായിരുന്നു. കരിപ്പിലങ്ങാട് അത് നമ്മുടെ പഞ്ചായത്തല്ല എങ്കിൽ പോലും കരിപ്പിലങ്ങാട് ഒരു വീടിന് മേലേക്ക് മണ്ണിടിഞ്ഞായിട്ടുണ്ട്. നമുക്ക് കൊണ്ടുപോയി, കുഴപ്പമില്ല. അതുപോലെ നമ്മുടെ വയലോരം 12 മൈലിന് ഇപ്പുറത്തുള്ള വയലോരത്തിൻ്റെ ഇതിൽ കെട്ടിയത് ഇറിഗേഷൻ്റെ കെട്ടുണ്ടായിരുന്നു. ആ കെട്ട് ഒരു വീടിൻ്റെ ഭാഗത്ത് ഒരു 5 മീറ്ററോളം ഭാഗമുള്ള കല്ലുകെട്ട് മുഴുവൻ പോയിട്ടുണ്ട്. അതുപോലെയല്ല, നമ്മുടെ 12-ം വാർഡിൻ്റെ മേഘത്തും കുറച്ച് മണ്ണിടിച്ചിട്ടുണ്ട്. 12-ം വാർഡിൻ്റെ മേൽഭാഗം അഞ്ചാനിമലയുടെ ഭാഗമായിട്ട് കുറച്ച് മണ്ണടിച്ചിട്ടുണ്ട്. അവിടെ ബ്ലോക്ക് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ജെയിനസ് രാജു തത്സമയം വിവരങ്ങളുമായി ചേരുകയാണ്. ജെയിൻ, ഇന്ന് ഈ ഒരു ദിവസം എന്ന് പറയുന്ന ഒരു ആശ്വാസത്തിന്റെ ദിനമെന്നാണ് കുറച്ച് മുൻപ് വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എവിടെയും വലിയ മഴയോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇടുക്കിയിൽ നിന്ന് ഇപ്പോൾ വരുന്ന ഈ വാർത്ത, ഈ ദൃശ്യങ്ങളൊക്കെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. ജെയിൻ, ഇപ്പോൾ എവിടെയാണുള്ളത്? ഇടുക്കിയിൽ എവിടെയൊക്കെയാണ് നിലവിൽ പ്രശ്നബാധിത, അതായത് ഇത്തരത്തിൽ മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാകുന്ന ഏതൊക്കെ മേഖലകളിലായിട്ടാണ്? എന്തെങ്കിലും ഒരു ദുരിതാശ്വാസ ക്യാമ്പിലേക്കൊക്കെ ആളുകൾ മാറ്റേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ടോ? 2018 ചിലത് സൂചിപ്പിക്കുന്നുണ്ട്. അക്ഷയ, ഞാനിപ്പോൾ ഉള്ളത് മൂലമറ്റം മേഖലയിലാണ്. മൂലമറ്റം തൊടുപുഴ ഉൾപ്പെടെയുള്ള പ്രദേശത്താണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ അതിശക്തമായ മഴ പെയ്തത്. പല സ്ഥലത്തും മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ മലവെള്ളപ്പാച്ചിലും ഉണ്ടായിട്ടുണ്ട്. പൂച്ചപ്ര മേഖലയിൽ ഉരുൾപൊട്ടി എന്നുള്ളതാണ് ഔദ്യോഗികമായി ലഭ്യമാകുന്ന വിവരം. പക്ഷേ അവിടെ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ കരിപ്പിലങ്ങാടാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത്. അവിടെ ഓടിക്കൊണ്ടിരുന്ന ഒരു വാഹനത്തിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീഴുകയും അതിൽ യാത്രക്കാർ കുടുങ്ങുകയും ചെയ്തു. അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കരിപ്പിലങ്ങാട് തന്നെ ഒരു വീടിൻ്റെ ഭിത്തിയിലേക്ക് മണ്ണിടിഞ്ഞു വീഴുകയും ആ വീടിൻ്റെ ഒരു ഭാഗം തകർന്ന് അവിടെ ഒരു സ്ത്രീ കുടുങ്ങി പോവുകയും ചെയ്തിരുന്നു. അവരെയും അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് ഈ പുളിയമ്മല, തൊടുപുഴ പുളിയമ്മല സംസ്ഥാന പാതയിലാണ്. ഇതുവഴി യാതൊരു കാരണവശാലും രാത്രി ഗതാഗതം അനുവദിക്കില്ല എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് മൂലമറ്റത്തിന് സമീപം അശോക കവലയിൽ നിന്ന് വാഹനങ്ങൾ തിരിച്ചുവിടുകയാണ്. ഏതാണ്ടൊരു
2 മണിയോടുകൂടി നേരിയ രീതിയിൽ മഴ ആരംഭിച്ചിരുന്നു. പക്ഷേ ഒരു 3 മണിക്ക് ശേഷമാണ് അതിശക്തമായ മഴ പെയ്യുന്നത്. ഏതാണ്ട് ഒരു 8 മണി അല്ലെങ്കിൽ 7:45 വരെ അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു. ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. എന്നാൽ പകൽ സമയത്ത്, പ്രത്യേകിച്ച് ഉച്ചവരെയുള്ള സമയത്ത് കാര്യമായ മഴ ഉണ്ടായില്ല. അതിനുശേഷമാണ് അതിശക്തമായിട്ടുള്ള മഴ ആരംഭിക്കുന്നത്. എന്തായാലും പ്രധാനമായും ഇന്ന് ഈ മണിക്കൂറുകളിൽ മഴ പെയ്തിരിക്കുന്നത് ലോ റേഞ്ച് എന്ന് പറയുന്ന മേഖലയിലാണ്. പ്രത്യേകിച്ച് ചെറുതോണിക്ക് താഴത്തേക്കുള്ള മേഖലയിലാണ്. ഹൈ റേഞ്ച് മേഖലയിൽ ശക്തമായിട്ടുള്ള മഴയില്ല. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് വലിയ ആശ്വാസമാണ്. കാരണം കൂടുതൽ മണ്ണിടിയാനും മരമൊടിഞ്ഞ് വീട് അപകടങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേഖല എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയുടെ മലയോര മേഖലയാണ്. മലയോര മേഖലയിൽ ഏതായാലും കഴിഞ്ഞ മണിക്കൂറുകളിൽ ശക്തമായ മഴ ലഭിച്ചിട്ടില്ല. പകരം തൊടുപുഴ, അതോടൊപ്പം തന്നെ മൂലമറ്റം, മുട്ടം ഉൾപ്പെടെയുള്ള മേഖലകൾ, പൂച്ചപ്ര ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നത്. ചെറുതോണിയിലൊക്കെ മഴയുണ്ടെന്നാണ് പറയുന്നത്. ഈ ഡാമുള്ള പ്രദേശത്ത് അങ്ങോട്ടേക്കൊക്കെ മഴയുണ്ടോ? എന്താണ് അങ്ങനെ സാഹചര്യം? എന്താണ് അക്ഷയ, ഡാമിൻ്റെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല. കാരണം ഡാമിലെ ജലനിരപ്പൊക്കെ വളരെ കുറവാണ്. 2333 അടി ജലനിരപ്പ് മാത്രമാണ് ഇടുക്കി ഡാമിലുള്ളത്. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പും ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് ഉയർന്നിട്ടില്ല. ചെറു ഡാമുകളുടെ കാര്യത്തിൽ മാത്രമാണ് ഏതെങ്കിലും രീതിയിൽ ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ മലങ്കര ഡാമിൻ്റെ 2 ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. അത് താരതമ്യേന ചെറിയ ഡാമാണ്. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ഡാമിലെ ഷട്ടറുകൾ ഉയർത്തുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പരമാവധി ഷട്ടറുകൾ ഉയർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ തൊടുപുഴയാറിൻ്റെയും അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴയാറിൻ്റെയും തീരത്ത് താമസിക്കുന്നവർ ആശങ്കയിലാകേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഇപ്പോൾ അത്തരത്തിലൊരു സാഹചര്യമില്ല. പക്ഷേ പല സ്ഥലത്തും വലിയ രീതിയിൽ മഴ പെയ്ത് മലയ്ക്ക് മുകളിൽ നിന്ന് വെള്ളം കുത്തിയൊലിച്ച് ഈ പ്രദേശത്തേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. അതുകൊണ്ടാണ് ജില്ലാ ഭരണകൂടം കൃത്യമായി തന്നെ രാത്രി യാത്ര പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നത്. മുൻപുണ്ടാകാത്ത അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരം നിരോധനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കർശനമായി അത് പാലിക്കപ്പെട്ടിരുന്നില്ല. പക്ഷേ ഈ വരും മണിക്കൂറുകളിൽ അതിശക്തമായി തന്നെ, പ്രത്യേകിച്ച് തൊടുപുഴ പുളിയന്മല റോഡിൽ യാതൊരു കാരണവശാലും ഗതാഗതം അനുവദിക്കില്ല എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. കാരണം ഈ മേഖലയിലാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ കൂടുതൽ മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ മരം വീണ് ഉള്ള അപകടങ്ങളും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ എത്രത്തോളം വീടുകളിൽ ഇങ്ങനെ വെള്ളം കയറിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ട്? എത്രത്തോളം കുടുംബങ്ങളുടെ ഒരു, അതായത് രാത്രി കൂടിയാണല്ലോ, അപ്പോൾ പെട്ടെന്ന് മറ്റൊരിടത്തേക്ക് മാറുക, താമസിക്കുകയൊക്കെ ബുദ്ധിമുട്ടാവുന്നുണ്ടോ? തീർച്ചയായിട്ടും മൊത്തം ഇതുവരെയുള്ള ലഭ്യമായ കണക്കനുസരിച്ച് മൊത്തം 4 കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടുമുള്ളത് മൂലമറ്റത്തിന് സമീപം താഴ്വാരം കോളനിയിലാണ്. മുൻ വർഷങ്ങളിലൊക്കെ വെള്ളം കയറുന്ന ഒരു പ്രദേശമാണത്. പക്ഷേ ഇത്തവണ ഈ പുഴയിൽ നിന്ന് വെള്ളം കയറുന്നതിന് പകരം മലമുകളിൽ നിന്ന് വലിയ രീതിയിൽ വെള്ളപ്പാച്ചിലാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ 2 വീടുകളിൽ ഭാഗികമായി വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ആ 2 കുടുംബങ്ങളെ രാത്രി ആയതോടുകൂടി പരിഗണിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പൂച്ചപ്ര ഉൾപ്പെടെയുള്ള മേഖലകളിലും ശക്തമായ മഴയായിരുന്നു. അവിടെ 2 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. മൊത്തം 4 കുടുംബങ്ങളെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. രാത്രിയിൽ മഴ ശക്തമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഓറഞ്ച് അലർട്ടാണ്. ഈ അലർട്ടിൻ്റെ സ്വഭാവം മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് ഇപ്പോൾ 4 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മലയോര മേഖലയിലേക്ക് അതിശക്തമായ മഴ ഇതുവരെ പെയ്തിട്ടില്ല. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ അവിടെയും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നടപടികളാണ് ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാ താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ ആസ്ഥാനത്തും ഒരു കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തര സാഹചര്യത്തെ നേരിടാൻ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വൈദ്യുതി ബന്ധമൊക്കെ എവിടെയെങ്കിലും വിച്ഛേദിക്കപ്പെട്ടൊരു സാഹചര്യമൊക്കെ ഉണ്ടോ? ആളുകളിലേക്കൊക്കെയും, അതായത് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള പ്രശ്നബാധിത മേഖലകളിലുള്ള ആളുകളിലേക്കൊക്കെയും ഈ വിവരങ്ങളൊക്കെ പലയിടങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടോ? ആശയവിനിമയത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പോൾ നേരിടുന്നുണ്ടോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും പല മേഖലകളിലും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മരം ഒടിഞ്ഞ് ഉണ്ടായ പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഇലപ്പള്ളി വില്ലേജിൽ പുത്തടു പുള്ളിക്കാനം റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ട് അറിയിക്കുന്നത്. ഈ പ്രത്യേകിച്ച് ഈ മേഖലയിലെ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി റോഡുകളുണ്ട്. ആ റോഡുകളിലെല്ലാം
ചെറുതും വലുതുമായിട്ടുള്ള മണ്ണിടിച്ചിലോ അല്ലെങ്കിൽ മരം വീണ് ഉണ്ടായ അപകടങ്ങളോ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പുളിയമ്മല റോഡിൽ അവർ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അതുവഴി വാഹനങ്ങൾ കടത്തിവിടില്ല. അതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിലും, പ്രത്യേകിച്ച് ഈ പുള്ളിക്കാനം ഉൾപ്പെടെയുള്ള മേഖലകളിലും ഇത്തരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. മണ്ണിടിഞ്ഞു വീണാണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നത്. പൂച്ചപ്രയിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടെ കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. ഏതെങ്കിലും രീതിയിൽ ഈ പുഴയോരത്തോ അല്ലെങ്കിൽ തോടിൻ്റെ സൈഡുകളിലോ മുൻകാലങ്ങളിൽ വെള്ളം കയറിയിട്ടുള്ള പ്രദേശങ്ങളിലോ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നതിനുള്ള നടപടികളും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ട സ്കൂളുകൾ ഏതൊക്കെയാണ് എന്ന് മുൻകൂട്ടി തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റി പാർപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത നടപടി. ഏതായാലും രാത്രി സമയമാണ്, തീർച്ചയായിട്ടും ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. ഇന്ന് ഒരു വീടിന് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണിരിക്കുന്നത്. അവിടെ കുടുക്കി കിടന്നിരുന്ന സ്ത്രീയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. അവർക്ക് കാര്യമായിട്ടുള്ള പരിക്കുകളില്ല. അവരെ മൂലമറ്റത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മറ്റ് ഇതുവരെ വെള്ളം കയറിയത് ഒഴിച്ചു നിർത്തിയാൽ, ചെറിയ മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ മരം വീണുള്ള അപകടങ്ങളും ഒഴിച്ചു നിർത്തിയാൽ മനുഷ്യജീവന് അപായമുണ്ടാക്കുന്ന അപകടങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച് ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. അക്ഷയ്, ശരി. ഇടുക്കി ജില്ലാ കളക്ടറുടെ ഫേസ്ബുക്ക് പേജിലും ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരു 3 മണിക്കൂർ സമയത്ത് അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് ഇടുക്കിയിൽ എന്നുള്ളതാണ്. 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നൊക്കെയുള്ള മുന്നറിയിപ്പുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ജാഗ്രതയാണ് പാലിക്കേണ്ടതിനെ പറ്റിയുള്ള ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിലവിൽ ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങൾ, ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.